ദേശാടന പക്ഷികളെപ്പോലെ മലയാള സിനിമയിൽ വന്നുപോയ കുറേ നടിമാരുണ്ട്. മലയാള സിനിമയിൽ നീലത്തരംഗം ഉണ്ടായ കാലത്ത് അവരെത്തി. അത്തരത്തിൽ ദേശാടന പക്ഷിയെപ്പോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് മലയാള സിനിമയിലെത്തി മടങ്ങിപ്പോയ നടിയാണ് സജിനി. കിന്നാരത്തുമ്പികളിലൂടെ ഷക്കീല നീലത്തരംഗം സൃഷ്ടിച്ചപ്പോൾ ഷക്കീല ചിത്രങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറി സജിനി. ഷക്കീല ചിത്രങ്ങളെന്നാൽ സജിനിയുടെയും രേഷ്മയുടെയും സിന്ധുവിൻ്റെയും തുണ്ടു ചിത്രങ്ങൾ എന്ന പ്രതീതി ജനിപ്പിച്ച് ഇവർ ശരീര സൗന്ദര്യം കാട്ടുവാൻ മത്സരിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ എന്ന ചിത്രത്തിലൂടെയാണ് സജിനി ആദ്യമായി മലയാള സിനിമയിൽ എത്തുന്നത്. ആദ്യ ചിത്രത്തിൽ തന്നെ മാറിടങ്ങൾ കാണിച്ച് അത്തരം പ്രേക്ഷകർക്ക് വേണ്ട വിരുന്നു നൽകി സജിനി. പിന്നീട് നാലാം സിംഹം, കല്ലുവാതിൽക്കൽ, കത്രീന തുടങ്ങി 10ഓളം ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളെല്ലാം സജിനിയുടെ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട സജിനിക്ക് അതിന് സാധിച്ചില്ല. സജിനിയുടെ ശരീരമായിരുന്നു അവർക്ക് ആവശ്യം. ശരീരം നുകർന്ന ശേഷം കറിവേപ്പിലയാക്കി കളഞ്ഞു സജിനിയെ. അങ്ങനെയാണ് സജിനി മലയാളത്തിലെ നീലത്തരംഗ ചിത്രങ്ങളിൽ വന്നുപെടുന്നത്. ശരീരം കാണിക്കാൻ അവർക്ക് ഒരു മടിയുമില്ലായിരുന്നു. സജിനിക്ക് പ്രതിഫലം മാത്രം മതിയായിരുന്നു. അക്കാലത്ത് ഒരു സീനിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയത് രേഷ്മയെക്കാളും സിന്ധുവിനേക്കാളും നഗ്നത കാട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്നത് സജിനിയായിരുന്നു. പക്ഷേ കിട്ടിയ സമ്പത്ത് സ്വരൂപിച്ചു വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ മദ്യാസക്തയായിരുന്നു. അക്കാലത്ത് പ്രശസ്ത പത്രപ്രവർത്തകനായ സുരേഷ് പിറവന്തൂർ സജിനിയെപ്പറ്റി എഴുതിയിട്ടുണ്ട് വെള്ളി നക്ഷത്രത്തിൽ. സജിനി മദ്യപിക്കും, സജിനി പാൻപരാഗ് ചവയ്ക്കും. അങ്ങനെ സജിനിയുടേതായ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. പത്രപ്രവർത്തകരിൽ നിന്ന് ആ ദൗർബല്യങ്ങൾ മറച്ചു വയ്ക്കാൻ അവർ തയ്യാറായതുമില്ല. എന്നാൽ പത്രപ്രവർത്തകർക്ക് അഭിമുഖം കൊടുക്കാൻ വിമുഖത കാട്ടി അവർ. മലയാളത്തിലെ നീലത്തരംഗം സെൻസർ ബോർഡിൻ്റെ കത്രിക ഷാർപ്പായപ്പോൾ അവസാനിച്ചു. മറ്റു നടിമാരെ പോലെ സജിനിയും തൻ്റെ സിനിമ ഉപേക്ഷിച്ച് പുതിയ ലോകത്തേക്ക് പ്രവേശിച്ചു. അതിനിടയിൽ ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് നാട്ടിലെ 2-3 സീരിയലുകളിൽ അവർ അഭിനയിച്ചു. പിന്നീട് സജിനി ആകെ മൊത്തം മാറുന്ന കാഴ്ചയാണ് കണ്ടത്. സജിനി ചിരഞ്ജീവിയുടെ പ്രജാരാജ്യം പാർട്ടിയുടെ നേതാവായി മാറി. ആന്ധ്രാപ്രദേശിലെ പ്രമുഖ BJP നേതാവും നടിയുമായ റോജയെ നിരന്തരം വിമർശിച്ച് സജിനി രംഗത്തെത്തി. പ്രജാരാജ്യം പാർട്ടിയിലൂടെ സജിനി ശ്രദ്ധേയമായി. പ്രജാരാജ്യം പാർട്ടിയുടെ വക്താവായി മാറി. ചിരഞ്ജീവി പ്രജാരാജ്യം പാർട്ടി കോൺഗ്രസിൽ ലയിപ്പിച്ചപ്പോൾ കോൺഗ്രസ്സുകാരിയായി സജിനി ചാനലുകളിലെ അഭിമുഖങ്ങളിൽ നിറഞ്ഞു നിന്നു. സജിനിയോട് ഭൂതകാലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വിശപ്പകറ്റാനായിരുന്നു താൻ അത്തരം ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നത് എന്നവർ ചങ്കുറപ്പോടെ മറുപടി പറഞ്ഞു. സജിനിയുടെ രാഷ്ട്രീയ ജീവിതം ആന്ധ്രാപ്രദേശിൽ വലിയ ചർച്ചാ വിഷയമായി മാറി. സജിനി സിനിമ എന്ന കൂടുവിട്ട് രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറിയപ്പോൾ അവിടെയും വിജയം. ഇപ്പോഴും കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയാണ് സജിനി. അവർ വിവാഹം കഴിച്ചു. ഒരു രാഷ്ട്രീയക്കാരനെ തന്നെയാണ് അവർ വിവാഹം കഴിച്ചത്. അവർക്ക് 2 മക്കൾ. മലയാള സിനിമയിലെത്തിയ ഭൂതകാലം ആരെങ്കിലും ചോദിച്ചാൽ അതേക്കുറിച്ച് പറയാൻ സജിനിക്ക് ഒരു മടിയുമില്ല. സജിനി ആന്ധ്രാപ്രദേശിൽ ഡോക്ടർ സജിനിയാണ്. അതിനിടയിൽ ഒരു സംഘടന അവർക്ക് ഡോക്ടറേറ്റും നൽകി. അങ്ങനെ സജിനി ഡോക്ടർ സജിനിയായി മാറി. ചുരുക്കത്തിൽ സിനിമയെ വെല്ലുന്ന ഒരു ജീവിതമായിരുന്നു സജിനിയുടേത്. സിനിമയെപ്പോലെ നാടകീയതകൾ നിറഞ്ഞ ജീവിതം. സിനിമയിൽ അവർക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ രാഷ്ട്രീയത്തിൽ അവർക്ക് ശോഭിക്കാൻ കഴിഞ്ഞു. ഷക്കീല കിന്നാരത്തുമ്പികൾക്ക് ശേഷം ഷക്കീല നഗ്നത കാട്ടാൻ വിസമ്മതിച്ചപ്പോൾ ഷക്കീലയെ മുൻനിർത്തി ചിത്രങ്ങൾ ഒരുങ്ങിയപ്പോൾ ആ ചിത്രങ്ങളുടെ കച്ചവട ചേരുവകളിൽ നമ്പർ ഒന്നായിരുന്നു സജിനി എന്ന് നിസ്സംശയം പറയാം. പുതിയ തലമുറയ്ക്ക് സജിനിയെ അറിയില്ല. കിന്നാരത്തുമ്പികൾ സൃഷ്ടിച്ച ഷക്കീലയെ ഒരു പക്ഷേ അറിയാമായിരിക്കും. ഷക്കീലയോടൊപ്പം അഭിനയത്തിൽ
അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന് ശരീരത്തിലെ നഗ്ന ശരീരം കാട്ടി കടന്നു പോയ ഒരു നടിയാണ് സജിനി. അതാണ് ഞാൻ പറഞ്ഞത്. ദേശാടന പക്ഷിയെ പോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് മലയാളത്തിലെത്തി മലയാള പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ച താരം.